ഹായ് ഡിയേഴ്സ്, നമസ്കാരം. ഞാൻ റിസ്ന. എല്ലാവർക്കും റിസ്നാസ് റെസിപ്പീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പലരും ചോദിച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. തേങ്ങ അരയ്ക്കാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടൊരു കറി പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. തേങ്ങ അരയ്ക്കാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മുരിങ്ങക്കാ തക്കാളീൻ്റെ കറിയാണ്. ഈ ഒരു കറി നമുക്ക് ചോറിന് മാത്രമല്ല, നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഒക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈ ഒരു കറി സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുമ്പം അതിനകത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ കിട്ടുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതൊരു നാടൻ രീതിയിലുള്ളൊരു കറിയാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പെരുംജീരകം നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 2 പച്ചമുളകും അതുപോലെ തന്നെ ഒരൽപ്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് എരിവിനനുസരിച്ച് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി, 10 ചെറിയ അല്ലിയാണ് ചേർത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഇതിനകത്ത് അത്യാവശ്യം നല്ലോണം തന്നെ വെളുത്തുള്ളി ചേർക്കണം. വെളുത്തുള്ളിയുടെ ടേസ്റ്റാണ് ഇതിൽ കൂടുതൽ മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പം വലിയ വെളുത്തുള്ളിയൊക്കെയാണെങ്കിൽ 6-7 അല്ലി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരുപാട് വേണ്ട, വെളുത്തുള്ളിനെക്കാട്ടി കുറച്ച് കുറവിൽ മതി. അപ്പം അതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചച്ചോവയൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയാണ്. ഞാനിവിടെ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 10-20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി തന്നെ എടുക്കുന്നതാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ്. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാള ചേർത്ത് കൊടുക്കാം. മാക്സിമം കഴിയുന്നതും ചെറിയുള്ളി തന്നെ ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് ഈ ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ചെറുതായിട്ടൊക്കെ ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള തക്കാളി ആയതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ വലിയ തക്കാളിയുടെ പകുതിയാണ് ചേർത്തിരിക്കുന്നത്. ഇത് നാടൻ തക്കാളിയാണ്. നമ്മൾ ഇതുപോലെയുള്ള പച്ചക്കറികളിലൊക്കെ നാടൻ തക്കാളി ഉപയോഗിക്കുന്നതാണ് കേട്ടോ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നമ്മൾ വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ പുളി നോക്കിയിട്ട്, പുളി കുറവുള്ള തക്കാളിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് പിഴിപുളിയില്ലേ, പിഴിഞ്ഞ പുളി പിഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. കാരണം ഇതിൽ അത്യാവശ്യം പുളി ഉള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി അത്യാവശ്യം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ചേർത്ത മസാലകളുടെ എല്ലാം തന്നെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ നന്നായിട്ട് തിളഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങക്കായാണ്. ഞാനിവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള മുരിങ്ങക്കായ മൊത്തത്തിൽ തന്നെ എടുത്തിട്ട് ഒന്ന് അതിൻ്റെ തോലൊക്കെ ചെറുതായിട്ട് കളഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല, ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കറിക്ക്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം, ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് വെള്ളവും പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു കറീൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു തീയലിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഈ ഒരു കറിക്ക് കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഉടച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് നമ്മൾ ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റിലോട്ട് വരുന്നത്. നമ്മൾ മുരിങ്ങക്കായ ഉടച്ചു കൊടുക്കണ്ട, ആ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതിനെ നന്നായിട്ടൊന്ന് ഉടച്ച് മാഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറി ഒന്ന് നന്നായിട്ട് കുറുകി എന്താ കണ്ടില്ല, ഈ ഒരു നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ഒരു തിക്നെസ്സിലേക്ക് ആയി വരുന്നുണ്ട്. കണ്ടില്ല, ഈ ഒരു രീതിയിലാണ് നമ്മുടെ കറിയുടെ ഒരു തിക്നെസ് ഇരിക്കേണ്ടത്. നമ്മൾ തിളയ്ക്കുമ്പോൾ ഇങ്ങനെ ബബിൾസ് വരുന്നത് പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ കറി വാങ്ങാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ണ് നന്നായിട്ട് തിളച്ച് നല്ല ഒരു പരുവൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരല്പം വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുക്കുകയാണ്. അത് ഓപ്ഷണലാണ്. അതിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കറിക്ക്.
എന്നിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് ഈ ഒരു കറി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റിയുള്ള കറിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ തീയലിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് ഉണ്ടാകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വെളുത്തുള്ളീൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ചെറിയുള്ളിയുടെ ടേസ്റ്റൊക്കെയാണ് ഇതിലിങ്ങനെ എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് മാക്സിമം ചേർക്കുക. പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. നാടൻ തക്കാളി ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഡിന്നറിന് ചപ്പാത്തിയുടെ കൂടെയും രാവിലെ പൂരിയുടെ കൂടെയൊക്കെ നമുക്കിത് പൂരിയോ പത്തിരീൻ്റെ കൂടെയൊക്കെ നമുക്കിത് സെർവ് ചെയ്യാം. നല്ലൊരു മസാല കറിയാണ്, നല്ലൊരു ടേസ്റ്റുള്ള ഒരു സിമ്പിൾ കറിയാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഞാനിപ്പോൾ ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും ഇന്ത്യൻ സമയം 9:38 കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ ബൈ.